ഹലോ അസ്സാം വലൈക്കും. ഇന്ന് എനിക്ക് ഉച്ചക്കേക്ക് ചുവന്ന ചീരയാണ് കേട്ടോ കിട്ടീനി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ചീരത ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകിന് പകരം കുറച്ച് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചീര ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ വെന്തിട്ടും കുറേ സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചീര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോറ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യ്, പശു നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മ വന്നേരം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ സൈഡ് ഡിഷായിട്ടൊന്നും വേണമെന്നൊന്നുമില്ല, വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പപ്പട, മീൻ വറുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും